दूसरा गाड़ी है नहीं उधर में अभी माल गिरा है ना। हाँ सुबह में। हाँ उसको साइड करेगा। हाँ सब लगाना। हाँ बोलिए मैं इधर अभी कभी लगा। हाँ അവിടെ കുറച്ച് സാധനം നീക്കാനുണ്ട്. നീക്കിയിട്ട് അവർ വിളിക്കും. പിന്നെ നിന്നോട് ആരാ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് കയറ്റാൻ? എന്തോ പള്ളിപ്പടിയിലോ പള്ളിപ്പാക്കാനോ എന്തോ കളിക്കല്ലേ ഇങ്ങോട്ട് കയറിയേക്ക്. ആ ആ ആ ശരി ശരി ആ ഇങ്ങോട്ട് കയറ്റി. ആ ആ ആ ആയിക്കോട്ടെ. എന്തോ കേട്ടില്ല. ആ ആ ആ ഉവ്വ ആ ആ ആ ശരി പറഞ്ഞു ചുമ്മാ കിടന്ന് ഉറങ്ങി എന്നെ വിളിച്ച് എഴുതിയിട്ട് വേണം വണ്ടി പുറകോട്ട് കയറ്റാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവനൊരു സംഭവമേ പറഞ്ഞിട്ടുള്ളൂ. ആ ശരി ഞാൻ വല്ലം തേച്ചില്ല വല്ല കേട്ടെ. ഇറ്റ്സ് ഓവർ 9 മണിയായി. ഇപ്പോൾ വണ്ടിയിലൂടെ അകത്തേക്ക് കയറുന്നത്. എടുത്തോ എടാ ഫോണിൽ കളിക്കുമല്ല. മലയാളി അവിടെ ഇരിക്കുവാണോ? മലയാളി ഇങ്ങോട്ട് വരുന്നില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞാടാ വണ്ടി ഇരിക്കണ്ട, വണ്ടി ഇത്രയും നീക്കിയാൽ മതി, വണ്ടി ഇനി നീക്കേണ്ട വരത്തില്ല, കുഴപ്പമില്ല. ഇവിടെ വന്ന് കസേരയും വെള്ളമൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ അവർ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് വണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് നീക്കാൻ. ചായ വന്നു. சூடு ரொம்ப இருக்கும். ஓகே தேங்க்ஸ் அண்ணா. பரவாயில்ல அண்ணா. അത് വിസില്.
ചായപൊടി ചൂടോ നാക്ക് ഭയങ്കര മധുരമായിരിക്കും ഇല്ലയോ? കുറച്ച് നമുക്ക് കുടിച്ച് നോക്കാം. 5 മണിക്ക് എഴുന്നേറ്റ് പല കെട്ടേക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണമെന്ന്. എടാ അത് രാത്രി 10 മണിക്ക് 9 കിടക്കുന്നവർക്കാണ് 5 മണിക്ക് എഴുന്നേക്കേണ്ടത്. അല്ലാതെ വെളുപ്പിനെ 4:30 കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് 1/2 മണിക്കൂർ കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേക്കുന്നതേ ആരും പറഞ്ഞിട്ടുള്ള നിയമമല്ല അത്. അതൊക്കെ രാത്രി 9:30 ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ ജോലിക്ക് പോകേണ്ടവർ 9:30 എഴുന്നേറ്റ് 9:30 കിടക്കുന്നവരും 10 മണിക്ക് കിടക്കുന്നവരും ഈ പറഞ്ഞ 5 മണിക്ക് എഴുന്നേക്കുന്നത്. പാതിരാത്രിക്ക് മുഴുവൻ ലോറി ഓടിച്ച് സൈഡും പറഞ്ഞു കൊടുത്ത് വെളുപ്പിന് 4 മണിക്ക് വന്നിട്ട് ഉറക്കം ഉളച്ച് 4 മണിക്ക് വന്ന് നിർത്തിയിട്ട് അവന് 5 മണിക്ക് അവൻ എഴുന്നേക്കണത് വേണ്ട. പറയാൻ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല. എന്ത് ഇറക്കുന്നില്ലയോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ടീ ടൈമോ? നമുക്കിപ്പോഴേ ടീ വന്നേ 1 മണിക്കൂർ ആയല്ലോ ഇപ്പോൾ അത് ടീ ടൈം എന്ന് പറഞ്ഞിരുന്നിട്ട്. ആ സൈഡ് അപ്പുറത്തോട്ട് എടുത്തിട്ടപ്പോഴേ വണ്ടിയുടെ അപ്പുറത്ത് അത് പൊടിയെല്ലാം വീണല്ലോ ടയറിനടയ്ക്ക്. സാധാരണ അപ്പോൾ ഇച്ചിരി വീണ് കഴിഞ്ഞാൽ ടയർ കുരുങ്ങല്ലോ, വണ്ടി നീങ്ങത്തില്ലല്ലോ. പക്ഷെ നീ കാലം എടുത്തപ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഞാനും കുടിക്കുന്ന വിചാരിച്ച് പക്ഷെ കയറി ഇറങ്ങിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കയറി ഇറങ്ങിപ്പോകുന്നത്. സാധാരണ അങ്ങനെ കയറി ഇറങ്ങി പോകുന്നതല്ല. ഒരു ചെറിയൊരു കുഴി ഉണ്ടെങ്കിലോ ഒരു കുണ്ടുണ്ടെങ്കിലോ ഒരു മണ്ണുണ്ടെങ്കിലോ നമ്മുടെ ലുട്ടാപ്പി അവിടെ കുടുങ്ങുന്നവനാ. പക്ഷെ എന്തായിരുന്നല്ലോ ഉഷാറായിട്ട് കയറി. എന്താടാ വേണോ ചായ വേണോ? ഇത് തരണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ആകെ ഇതിനകത്ത് 50 ml ഉള്ളു. അത് ഞാൻ തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാ. നോക്കട്ടെ തിരിച്ചു വരും. ഇതേ വഴിയുള്ളൂ. ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് നമുക്ക് ആഡ് ബ്ലൂ എത്ര ഉണ്ടായിരുന്നു? കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് ഷോറൂമിൽ നിന്ന് മേടിച്ച. നമ്മൾ സാധാരണ കഴിഞ്ഞ നമ്മൾ എടുക്കുന്ന ആ ഷോറൂമിൽ നിന്ന് തന്നെയല്ലേ എടുത്തത്? പാലക്കാട് ഗൾഫിൻ്റെ തന്നെ പഴയത് ഇവിടെ ഇരിപ്പുണ്ട്. അത് മാറിയോ? സെയിം ആ ഗൾഫിൻ്റെ തന്നെ അല്ലയോ? വ്യത്യാസമുണ്ടോ? ഇതിന് 100 കൂടിയോ? നേരത്തെ എത്ര 1200 സംതിങ് അല്ലായിരുന്നോ? 1300 ആയോ? ഓ ശരിയോ. അപ്പം നമ്മളിപ്പോഴും ലാഡ് ബ്ലൂ മേടിച്ച് ഓടിക്കുന്നത് ഫില്ല് ചെയ്യുക, ഷോറൂമിൽ കയറി ഫില്ല് ചെയ്യുക. അതാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഞാൻ പിടിച്ചു തരാം. യെസ്, ഇപ്പം ഇതോടൊക്കെ ഇറങ്ങി സെറ്റ് ചെയ്ത് തിരിച്ച് ഇവിടുന്ന് പോവാം. മതി ഗ്ലാസ് പൊടി എല്ലാം കയറി ഇങ്ങനത്തിനാ. കൊള്ളാം. പൊടിയകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഇടാൻ പറഞ്ഞേ. അപ്പം ഗ്ലാസ് അടച്ചിട്ടിട്ട് ഡോറ് ഫുള്ള് തുറന്നിട്ടിട്ട് പോയി നൻപൻ. അയ്യോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ലോഡ് എടുക്കാനായിട്ട് പോകണം. അത് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇവിടുന്ന് യാത്ര. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം സമയം 2 മണിയായി, 1:45. അത് 3 മണിക്കുള്ളിൽ ചെന്നാലേ നമുക്ക് അവർ ലോഡ് കയറ്റി തരത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് നാളത്തേക്ക് ആക്കത്തുള്ളൂ, നാളെ രാവിലെ കയറ്റത്തുള്ളൂ. ഇത്ര നേരം പോസ്റ്റായി എന്നും പറഞ്ഞ് വലിച്ചു കയറി പോകാൻ പറ്റത്തില്ല, പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. പോയി നോക്കാം. 3 മണിക്കുള്ളിൽ എത്തുവാണെങ്കിൽ അവിടുന്ന് ലോഡ് കയറ്റും. 3 മണി കഴിയുവാണെങ്കിൽ ലോഡ് നാളത്തേക്കേ ആവത്തുള്ളൂ.
എന്തായാലും ഇവിടുന്ന് ഇപ്പം വെയിറ്റ് കാലിയുള്ള വെയിറ്റ് നോക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവിടെ ലൊക്കേഷൻ നോക്കി ചെന്നിട്ട് ബാക്കി നോക്കാം. ഓക്കേ. അല്ല എവിടെ നമുക്ക് എവിടെ എങ്ങോട്ടാ? കൊല്ലം ലാസ്റ്റ് നമുക്ക് ഓച്ചിറൊക്കെ പിടിക്കാം. കൊല്ലത്ത് എത്ര ഡ്രോപ്പ് ഉണ്ടോ? 3 ഡെലിവറി ഉണ്ടോ? അതിൽ കൊല്ലത്തിലെ ഒന്ന് മയ്യനാട്, ഒന്ന് ആദിച്ചനല്ലൂർ. അത് എവിടൊക്കെയാ? മയ്യനാട്, ഒന്ന് മയ്യനാട്, പിന്നെ ഒന്ന് ചനല്ലൂർ. ആദിച്ചനല്ലൂർ. എന്ത് പറയുന്നത്? പിന്നെ മയ്യനാട്, പിന്നെ പാണ്ഡനായർ കുളങ്ങര. അപ്പൊ ഇതില് ഏതാ? പാണ്ഡനായർ കുളങ്ങര ഓച്ചറ അടുത്താ. ആണോ? നമുക്ക് അങ്ങനെ കൊടുത്ത് കറങ്ങി ഓച്ചറ വീട്ടിൽ പോവാം. ആണോ? അത് മതി. ഏറ്റവും ടൺ എവിടെ ഇറക്കണ്ടേ? ഏറ്റവും കൂടുതൽ ഇറക്കേണ്ടത് 100, 200, 100 എല്ലാം 100, 200, 100 ഒക്കെയാണ്. ഫസ്റ്റ് പോകേണ്ട ആദിച്ചനല്ലൂർ പോകണം. എത്ര നമുക്ക് 25 ടൺ ഉണ്ടോ? 24 ഉള്ളൂ. 24 ഉള്ളൂ. വഴി നോക്കണേ. தமிழ்நாடு வரும்போது தமிழ் பேசணும், தெரியுது உங்களுக்கு? மலையாளம் கொஞ்சம் பேசினா போதும். தமிழ்நாட்டில் ഇവിടുന്ന് മുംബൈക്കും പൂനെക്കും പോകുമ്പോഴായിരിക്കും തിത്തയ്യ കളിക്കാൻ പോകുന്നത്. മുംബൈയും പൂനെ പോകുമ്പോ ആത്താഹേ ജാത്താഹേ എങ്ങനെ அப்படி இப்படி பேசலாம், பிரச்சனை இல்ல. അത് ശരിയാ. വണ്ടി വേണം സമയത്ത് ക്ലസ്റ്റർ ഒന്ന് തുടങ്ങണം. അങ്ങനെ പൊടി കയറി. ഓക്കേ, ഇപ്പൊ തുടങ്ങണ്ട. ഓക്കേ சார், நீங்க சொன்னா அப்ப செய்யும். நீ செய்யும், சரியா? நீங்க தான் சொல்லுது மட்டும் தான் செய்யும். நீ நான் என்னத்த செய்தேன்னு சொன்னாலும் நீ சொல்ல தெரியாது. ஆமாண்டா சின்னக்குட்டி. அப்போ உங்களுக்கு பிரச்சனை. ഇവിടെ പോയി 2 സൈഡിലും മരങ്ങളെ ചൊടിച്ചേക്കുവാ. ഒരു കാറ് ഇത്രയും തന്നെ തള്ളത്ത് തീർന്ന. അതെ വഴി നോക്കണം. ഞാൻ എപ്പോഴും നോക്കിട്ടേ ഇരിക്കും. നീ ഇങ്ങനെ തൂങ്ങിട്ടിരിക്കും എപ്പോ. എടാ ഇതിനകത്ത് കയറി എങ്ങനെയാടാ ഉറങ്ങി പോകുന്നത്? നല്ല സുഖമാ. ഉറങ്ങാത്തവര് പോലും ഉറങ്ങും. എടാ ഞാൻ മറ്റേ ആ കാട് വഴി പോയിട്ടുള്ളോ? ബന്ദിപ്പൂരാണോ? മൈസൂര്, കർണാടക. അപ്പോ നമുക്ക് ആ റൂട്ട് പിടിക്കാം കേട്ടോ. അതിലേ നമ്മൾ കഴിഞ്ഞിട്ട് അതിലേ അല്ലല്ലോ പോയത്, ഇപ്പുറത്തോടല്ലേ പോയെ? കോഴിക്കോട് വഴിയല്ലോ? അല്ലല്ല, കോഴിക്കോടല്ല, അതിലല്ലോ പോയത്. കാട് പോയില്ല. കാട് പോയി പറഞ്ഞാല് പോയച്ചാല് എല്ലാപ്പൂരും കാട് കയറിയതോളൂ. ബന്ദിപ്പൂര് കാട് കയറിയില്ല. ഇല്ല, ബന്ദിപ്പൂരും പോയി. അതിലേ പോവാം. സത്യമംഗലം പോയില്ല. ഇല്ല, ഞാൻ അങ്ങനെ പോവാം. ഇച്ചിരി കറങ്ങിയാലും നമുക്ക് അങ്ങനെ കാര്യം ചെയ്യണം. വണ്ടി കൊല്ലത്തുള്ളിൽ പാർക്ക് ചെയ്യണം. എന്നിട്ട് വണ്ടിക്ക് പോകാനോ കാറിന് പോകാനോ? അല്ലല്ല, പാർക്ക് ചെയ്തിട്ട് അല്ല വണ്ടി ഷോറിൽ കയറണം. വേറൊന്നുമല്ല. എന്തിനാ? മറ്റേ ടൈറ്റാനിയത്തിൽ ലോഡ് എടുക്കണം. മൈസൂരോ? ഇല്ല, നമുക്ക് അല്ലാതെ പ്ലൈവുഡുമായിട്ട് പോവാണെങ്കിൽ അങ്ങനെ ആയാലും കയറി പോകാൻ പറ്റത്തില്ലേ? ശരിയാ, കൊല്ലത്ത് വണ്ടി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ പോകാമല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചു കൊല്ലത്തുനിന്ന് ലോഡ് എടുത്തോ, ടൈറ്റാനിയത്തിൽ ലോഡ് എടുത്തിട്ട് പോയാൽ പോരെ? അപ്പൊ അവിടെ എവിടെ ഇടും വണ്ടി? അവിടെ ഇടും ഷെഡ് ഇടാനല്ലോ. ഷെഡ് ഇട്ടില്ല, അവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കയറിയാണ്. അങ്ങനെ എവിടെയെങ്കിലും പാർക്കിംഗ് സൗകര്യം കിട്ടുവാണെങ്കിൽ തിരക്കാനായിട്ട്. അല്ല, അപ്പൊ ഷോറൂമിൽ വണ്ടി കാണിക്കണ്ടേ? കൊല്ലത്തുണ്ടോ ഷോറൂം? പക്ഷെ നമ്മൾ ഇത് കോട്ടയത്ത് കാണിക്കുമ്പോ അവർക്ക് അറിയാലോ ഈ വണ്ടി. കൊല്ലത്ത് അവർക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് കോട്ടയത്ത് തന്നെ കൊണ്ടുപോടാ. അതാകുമ്പോ അവർക്ക് അറിയാലോ. ഇപ്പം കൊല്ലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊല്ലത്ത് കൊണ്ടുപോയാലേ കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവർ ജസ്റ്റ് നോക്കത്തേ എന്തൊക്കെ പണിതു എന്നെല്ലാം അറിയാം. അവര് പണിഞ്ഞതുകൊണ്ട് അവർക്ക് നല്ലപോലെ അറിയാം. ഓക്കെ അല്ലേ?
അതെടുത്ത് ജ്യൂസ് കുടിക്കാം. ആ ഇപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ ലൊക്കേഷൻ തൊട്ട് പുറകിൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ വെയിൽ ബ്രിഡ്ജിലോട്ട് പോവാം. വെയിൽ ബ്രിഡ്ജിൽ പോയി വെയിറ്റ് ഒന്ന് തൂക്കി വെച്ച് വെള്ളം എല്ലാം കുടിച്ച് ഇപ്പം അവിടെ ഒരു ലോറി കയറ്റുന്നുണ്ടല്ലോ ഓൾറെഡി. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഈ വെയിലാണ് ആകെ ഒരു വിഷയം. വെയിലൊന്ന് മാറിക്കഴിഞ്ഞാൽ ഓക്കെ സെറ്റാണ്. വെയിലാണ് വിഷയം. വണ്ടി കൊണ്ട് കയറ്റിപ്പോഴത്തെ ഓണടിക്കാൻ തുടങ്ങുന്നു. എന്നതാ അവിടെ കളർ കോഴിക്കുട്ട വണ്ടി അതിനകത്ത് ഫുൾ കളർ കോഴിക്കുഞ്ഞുങ്ങൾ. ഫോണും ഉണ്ടായിക്കൊണ്ടാണ് നിൽക്കുന്നത്. എടാ ഇപ്പുറത്തോടെ പോകും. ഇതിനെ എന്തോ ചെയ്യാനാന്ന് പറയും. എടാ ഇവിടുന്ന് ഓടിയേ. ആ പോട്ടെ, ഒന്ന് ഓടിച്ചേ. എടുത്ത് ഓക്കെ നമുക്കിവിടെ കയറി ജ്യൂസ് കുടിച്ചാലോ? ഓക്കെ വേണ്ട, ഒത്തിരി ചേർക്കണ്ട. ആ ഓക്കെ യെസ്, പോതും അണ്ണാ പോതും. യെസ്, പുതിയ മാങ്ങ ഒക്കെ വന്നു ഇവിടെ. കിട്ടിയൊക്കെ സാധനം അടിച്ചു തരും ഇവിടെ. മാങ്ങ ജ്യൂസ് அந்த சிந்தூரி மாங்க അതിനാ ടേസ്റ്റ് இருக்கு. ஆ அந்த நைட் യെസ്, താങ്ക് യു. കുടിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല. ഇടൂ. എന്ത് മാങ്ങ? സിന്ദൂർ മാങ്ങ. ആ ടേസ്റ്റി. ഇവിടെയാണ് പകുതി മുക്കാലും കയറി. ഇനിയിപ്പോൾ ഒരു 1 ഹവറിനുള്ളിൽ ഇവിടുന്ന് എല്ലാം ടാർപ്പയൊക്കെ ഇട്ട് ഇവിടുന്ന് ഇറങ്ങാം ഇപ്പോൾ. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പം വണ്ടി ഇവിടുത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വണ്ടി കണ്ടായിരുന്നു. പുള്ളി വണ്ടി നമ്പർ നോട്ട് ചെയ്ത് പുള്ളി ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി ഇവിടെ വെച്ച് കണ്ടായിരുന്നു, എവിടെയാണ് പോയിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി ഇപ്പോൾ വന്ന് കാണാനായിട്ട് ലുക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? ചോളത്തിൻ്റെ ഇലയാണ്. അത് കൊണ്ടുവന്നിട്ട് ഉണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഇവരെ മെഷീനകത്തിട്ട് പൊടിച്ച് അത് ഫുള്ള് ഇതാക്കിയിട്ട് നടി റോൾ ചെയ്ത് വെക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് റോൾ ചെയ്ത് ഈ പരുവത്തിലാക്കും. എന്നിട്ട് നേരെ ഇതുകൊണ്ട് വന്നിട്ട് നമ്മുടെ പശുവിന് കൊടുക്കും. പശുവിനൊക്കെ സാധനം അടിപൊളിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ലുക്കിനെ കൊണ്ടുപോകുന്നു. പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. യെസ്, വണ്ടി ഇട്ടിടത്തുനിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ഒരു ടൗണുണ്ട്. ഇവിടെ ചായ കുടിക്കാൻ പോകും. ഇവിടെ തിരിച്ചു പോവുക. അവരുടെയൊക്കെ കഴിഞ്ഞ് കയറ് കിട്ടുക. ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ ആ പച്ചപ്പടുത ടാർപ്പെടുത്ത് മണ്ടക്കിട്ട് കെട്ടി. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് പച്ചയിടല്ലേ മറ്റേത് ഇട്ടാൽ മതി. ഇവിടെ വന്നപ്പോഴത്തേക്ക് പച്ച എടുത്തിട്ട് പറഞ്ഞാൽ കേൾക്കണ്ടേ. പിന്നെ എൻ്റെ മണ്ടയ്ക്ക് മറ്റേത് എടുത്തിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കായിരിക്കും പണി വരുന്നത്. ഇനി 2 എണ്ണം ഞാൻ അഴിച്ചു മാറ്റണം. കപ്പ് ഇവനെന്തിനല്ല ഉണക്കിക്കുക. ഈ ഇടി വെട്ടിയവൻ്റെ മണ്ടയ്ക്ക് പാമ്പ് കൊത്തിയെന്ന് പറഞ്ഞൊരു സ്കീമുണ്ടല്ലോ. ഇവിടെ ഇടിയും വെട്ടിയില്ല, പാമ്പും കൊത്തിയില്ല. പക്ഷേ പണി കിട്ടി.